ഹായ്, നിങ്ങളൊരു LPG സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മൾ എല്ലാ സാധനങ്ങളും നമ്മൾ കടകളിൽ പോയി വാങ്ങിക്കും. പക്ഷേ നമ്മൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കറക്റ്റായിട്ട് നോക്കിയിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുക. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒന്നും നമ്മൾ വാങ്ങിക്കില്ല. ഒരു ദിവസം പോലും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പോലും നമ്മളത് വാങ്ങിക്കില്ല. കാരണം വെച്ചാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏത് പ്രൊഡക്റ്റിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന LPG സിലിണ്ടർ അതിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. പലപ്പോഴും ഈ ഒരു നമ്പർ കാണുമ്പോഴത്തേക്കും നമുക്ക് പല ആൾക്കാർക്കും അറിയില്ല ഈ നമ്പർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏത് സിലിണ്ടറിന്റെ LPG സിലിണ്ടറിന്റെ മുകളിലുള്ള ഒരു നമ്പറാണ്. B28 എന്നാണ് ഈ നമ്പർ കാണിക്കുന്നത്. ഇതിനെക്കുറിച്ച് പല ആൾക്കാർക്കും വലിയ അറിവുണ്ടാവില്ല, എന്നാൽ കുറച്ചു പേർക്ക് അറിയുകയും ചെയ്യാം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിലിണ്ടറിനും ഓരോ എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇത് ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു എക്സ്പയറി ഡേറ്റ് അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 28 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് 2028 വരെ ഈ സിലിണ്ടർ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആ ഇയർ കാണിക്കുന്നത്. പക്ഷെ ഇതെല്ലാവർക്കും മനസ്സിലാകുമെങ്കിലും ഇതെന്താണ്, ഈ B കാണിക്കുന്നത് എന്താണെന്നുള്ളത് പല ആൾക്കാർക്കും അറിവുണ്ടാവില്ല. അപ്പൊ ഈ B കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിൽ നമുക്ക് 4ആയിട്ട് തിരിക്കാം. ABCD. അതായത് A വരുന്ന ആ ഒരു ആൽഫാബറ്റിൽ വരുന്ന ആ ഒരു ഇതിനകത്ത് വരുന്നത് ഫസ്റ്റ് 3 മാസം, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഈ ഒരു B പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് ജൂൺ മാസം അവസാനം ഇതിന്റെ എക്സ്പയറി ആണ്. ഈ B എന്ന് പറയുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ വരെ 3 മാസത്തെ കാലയളവാണ്. ഈ കാലയളവിനകത്ത് ഈ ഒരു സിലിണ്ടർ എക്സ്പയറി ആവും. ഇനി ഇവിടെ ബിക്ക് പകരം C ആണ് വരുന്നതെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ആ ഒരു 3 മാസം അങ്ങനെ വരും. D ആണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഒരു വർഷം അങ്ങനെ ഒരു ABCD എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ഈ സിലിണ്ടറിന്റെ എക്സ്പയറി ഡേറ്റ് പറയുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടർ 2028 പറയുന്നത്, ഈ ഒരു സിലിണ്ടർ ടെസ്റ്റിങ്ങിന് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും മേജർ ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡാമേജസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യും. അതിനുശേഷം ഇതിന് രണ്ടാമത് റീപെയിന്റ് ചെയ്ത് ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത് റീടെസ്റ്റ് ചെയ്യും. ഒരു സിലിണ്ടറിന്റെ കാലാവധി എന്ന് പറയുന്നത് 15 വർഷമാണ്. അപ്പോൾ ഓരോ 5 വർഷം കൂടുമ്പോഴും ഇത് റീടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കുന്നത്, ഓരോ ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നത്. അത് അതിൻ്റെ ഏജൻസികൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ റൊട്ടീനായിട്ടുള്ള ഒരു ടെസ്റ്റിങ്ങിൽ അത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഒരു സിലിണ്ടർ വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഡേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, എക്സ്പയറി കഴിഞ്ഞ ഡേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വലിയൊരു അപകടം തന്നെ സംഭവിക്കും. അപ്പം ദയവായി നിങ്ങൾ സിലിണ്ടറുകൾ വാങ്ങിക്കുമ്പോഴത്തേക്കും സിലിണ്ടറുകൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കുക. ഇതൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഡേറ്റ് മാത്രം നിങ്ങൾ നോക്കിയേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സേഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്